മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ചെലവാക്കുന്ന പണം നോക്കിയാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത്. 1 കിലോമീറ്ററിന് 100 കോടിയാണ് ചെലവാകുന്നത്. സ്ഥലത്തിൻ്റെ വില അല്ല ചോദിച്ചാൽ 100 കോടിയാണ് 1 കിലോമീറ്റർ ചെലവാക്കുന്നതിന്. അതിൻ്റെ നിതിൻ ഗഡ്കരി അതിൻ്റെ വിവരങ്ങൾ പാർലമെന്റിൽ പറയുന്നത് കള്ളമാവാൻ പറ്റില്ല. രാജിവെച്ച് പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വരും. പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് 100 കോടിയാണ് കേരളത്തിൽ മാത്രം റോഡ് നിർമ്മിക്കുന്നതിന്. അത് അമിതമായ വില സ്ഥലത്തിന് നൽകി ചോദിച്ച വില കൊടുത്തെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് പറയാവുന്നത്. അതിൻ്റെ ഏതാണ്ട് 20-25% സംസ്ഥാന സർക്കാർ കൊടുക്കാൻ പറ്റില്ല, സാധിക്കുന്നില്ല എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് കത്തെഴുതിയതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് അല്ല, രാജ്യത്തിന് വേണ്ടിയാണ് റോഡ് അല്ലേ? അങ്ങനെ ഓരോ വീട്ടുകാരുടെയും സൗകര്യത്തിലേക്ക് നമുക്കങ്ങനെ ചെയ്തെടുക്കാനൊക്കത്തില്ല. അപ്പൊ അതിൻ്റെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സാങ്കേതികത നോക്കി മാത്രമാണ് അങ്ങനെ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് ഉയർന്ന പാത വരുന്നതിനെല്ലാം കൃത്യമായ കണക്കുകളുണ്ട്. വളവുകൾ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് റെയിലായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പണി നടക്കുന്നതുകൊണ്ട് ആരും കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നില്ല. ഞാൻ കൊല്ലം വരെ പോകുന്നതിന് തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരതി കയറിയിട്ടാണ് പോകുന്നത്. കാരണം ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ടെത്താം. മറ്റേത് 2-2.25 മണിക്കൂർ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പുകയണം. നമ്മുടെ അത്രയും നേരത്തെ സമയം പാഴായി പോകും. അപ്പോൾ ആ റെയില് സ്പീഡ് കൂടണം. അപ്പോൾ ഒരു 40 മിനിറ്റ് കൊണ്ട് കൊല്ലത്ത് എത്തണമെങ്കിൽ ആ വളവുകൾ മുഴുവൻ നിവർക്കണം. അപ്പോൾ റെയിലിന്റെ പോലും വളവ് നിവർക്കാനുള്ള പദ്ധതി എന്തെന്ന് പറഞ്ഞ് അതിനുള്ള പണമാണ് ഇനി അടുത്തത് ചെലവാക്കാൻ പോകുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെല്ലാം നിങ്ങൾ കാണുന്നില്ല. 10 വർഷം മുമ്പ് കണ്ട റെയിൽവേ സ്റ്റേഷനാണ് ഇനി കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ പോലെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ, ഇതിനെല്ലാം വൻ പദ്ധതികൾ ഒരുങ്ങി വരികയാണ്. ഇതൊക്കെ എത്രയും വേഗം കൊണ്ടുവരിക എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് അയക്കപ്പെടുന്നതായ എംപിമാരുടെ ജോലി. അവരൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ അന്വേഷിക്കുക. ഇതൊക്കെ ആ റെയിൽവേ മന്ത്രിയുടെ ഒരു മിടുക്ക് മാത്രം. അത്രയും ഗുരുവായൂർ മേംപാലം ചെന്ന് സത്യം വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം പൊള്ളി. അവർ നുണ വെച്ചത് അക്രമ മനോഭാവത്തോടെ അടിച്ചമർത്താൻ ശ്രമിച്ചു. പൊളിഞ്ഞില്ലേ? പിന്നെ ആ MLA എന്തെങ്കിലും പറയുന്നത് കേട്ടോ? അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ എന്തെങ്കിലും പറയുന്നത് കേട്ടോ? ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ വന്ന് സത്യം വിളിച്ച് പറഞ്ഞതോടുകൂടി തൊട്ടടുത്ത് നിന്ന് MP-യുടെ മുഖം വരെ ചൂളി അല്ലേ? അപ്പൊ അതാണ് ഓരോന്ന് നടത്തിയെടുക്കുന്നതിന് കേന്ദ്രത്തിലിരിക്കുന്ന മന്ത്രിമാർക്കൊരു കഴിവുണ്ട്. അത് ഭരണത്തിന്റെ മികവാണ്. ആ മികവിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി, ഓരോ കാര്യങ്ങളും സാധിച്ചെടുത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രാപ്തിയുള്ളവരെ തെരഞ്ഞെടുക്കുക.